ഹായ് ഫ്രണ്ട്സ്, വാച്ച് മൈ നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ വർക്ക്ഷോപ്പ് അറ്റൻഡർ മെഷീനിസ്റ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാറ്റഗറിയിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് കാറ്റഗറി നമ്പർ 395/17. ഇത് പ്രൊവിഷണൽ ആൻസർ കീയാണ്. ഇതിൽ തിരുത്ത് വരാവുന്നതാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 14. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? 370 വകുപ്പ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്? സ്വീഡൻ. ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷം 2013. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാര്? വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം? പാലിയം സത്യാഗ്രഹം. ആരാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയും ശ്രീബുദ്ധചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? കുമാരനാശാൻ. താഴെ പറയുന്നവയിൽ ആരാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്? വയലോപ്പള്ളി ശ്രീധരമേനോൻ. ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്? അക്കാമ ചെറിയാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ആർ സുകുമാരൻ. വിദ്യാധിരാജ എന്ന പേരിലറിയപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. ഉണരുവിൻ, അഖിലലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വാഗ്ഭടാനന്ദ ഗുരുക്കൾ. താഴെ പറയുന്നവയിൽ ആരായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ്? തൈക്കാട് അയ്യസ്വാമികൾ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എന്നാണ് ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത്? 2014 ജൂൺ 2. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗോവ. നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്തിലാണ്? മലേഷ്യ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദുബായ്. വലിയ വൃത്തങ്ങൾ ലേഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഡ്രാമൽ. ഒരു അപകടം ഇവയെല്ലാമാണ്: പ്ലാൻ ചെയ്യാത്ത സംഭവം, നിയന്ത്രണമില്ലാത്ത സംഭവം, അപ്രതീക്ഷിത സംഭവം. ഇവയെല്ലാമാണ്. എണ്ണ പടർന്ന തറ എന്തുകൊണ്ടാണ് വൃത്തിയാക്കേണ്ടത്? അറക്കപ്പൊടിയും മണലുമിട്ട്. തീ, ഇന്ധനം, താപം, ഓക്സിജൻ ഇതിൻ്റെ മിശ്രിതമാണ്. മരം, കടലാസ്, തുണി എന്നിവ തീയുടെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ക്ലാസ് എ. വാതകം, ദ്രവീകൃത വാതകം എന്നിവ തീയുടെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ക്ലാസ് സി. ഏതുതരം അഗ്നിശമന ഉപകരണമാണ് ക്ലാസ് ബി തീ കെടുത്താൻ അനുയോജ്യമായത്? കാർബൺ ഡൈ ഓക്സൈഡ്. വ്യാവസായിക പ്രവർത്തനങ്ങൾ മൂലം മില്ലുകൾ, ഖനികൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിന്യത്തിന് പറയുന്ന പേര്? ഇൻഡസ്ട്രിയൽ മാലിന്യം. കടലാസ് മാലിന്യങ്ങൾ ഇടുന്ന ബിന്നിൻ്റെ കളർ കോഡ്? നീല. 5S ചക്രത്തിൽ ഏതാണ് മധ്യഭാഗത്ത് വരുന്നത്? സസ്റ്റെയിൻ. 5S ആശയം ഏത് രാജ്യത്തെ പ്രവർത്തനതല സംഘടനയുടെ മെത്തഡോളജി ആണ്? ജപ്പാൻ. ഒരു പ്രത്യേകമായ ജോലിയുടെ മാർക്കിംഗ് മീഡിയം തിരഞ്ഞെടുക്കുന്നത് ഏത് അടിസ്ഥാനമാക്കിയാണ്? സർഫസ് റഫ്നെസ്.
ഉരുണ്ട കമ്പിയുടെ മധ്യഭാഗം കണ്ടുപിടിക്കുന്നത് ഏത് തരം കാലിപ്പർ ആണ് ഉപയോഗിക്കുന്നത്? ഹെർമോഫ്രഡൈറ്റ് കാലിപ്പർ. സ്ക്രബ്ബർ ഡാഷ് കൊണ്ടുണ്ടാക്കിയതാണ്? ഹൈ കാർബൺ സ്റ്റീൽ. മെഷീൻ ഷോപ്പ് ജോലിക്ക് എത്ര തരം ഗ്രേഡിലുള്ള സർഫസ് പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്? 3. കോമ്പിനേഷൻ സെറ്റിൽ പ്രൊട്ടാക്ടർ ഹെഡിൻ്റെ കൃത്യത എത്രയാണ്? കോമ്പിനേഷൻ സെറ്റിൽ പ്രൊട്ടാക്ടർ ഹെഡിൻ്റെ കൃത്യത എത്രയാണ്? 1 ഡിഗ്രി. പൈപ്പിംഗ്, ട്യൂബിംഗ് എന്നിവയുടെ തിക്നെസ് അളക്കുന്നതിന് ഏത് മൈക്രോമീറ്ററാണ് ഉപയോഗിക്കുന്നത്? ട്യൂബ് മൈക്രോമീറ്റർ. സ്റ്റീൽ റൂൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഒരു 50-75 mm ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ സീറോ റീഡിംഗ് ഡാഷ് ആണ്? 50.00 mm. സൈൻ ബാർ സ്റ്റാൻഡേർഡ് വലുപ്പത്തിൽ ലഭ്യമാണ്. ഇതിൽ ഏതാണ് സൈൻ ബാറിൻ്റെ സ്റ്റാൻഡേർഡ് വലുപ്പമല്ലാത്തത്? 300 mm. ലോഹത്തെ ഒരു ഭാഗത്തേക്ക് അടിച്ചു പരത്തുന്നതിന് ഏത് തരം ചുറ്റിക ആണ് ഉപയോഗിക്കുന്നത്? ക്രോസ് പിൻ. നേരിയ ട്യൂബ്, ഷീറ്റ്, മെറ്റൽ മുതലായവ മുറിക്കുന്നതിന് ഏത് പിച്ചിലുള്ള ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നത്? 0.8 mm. ആംഗ്ലിയർ പ്ലേറ്റിൽ സ്ലോട്ടുകൾ നൽകിയിരിക്കുന്നത് എന്തിനാണ്? ബോൾട്ട് കയറ്റാൻ. ഹാൻഡ് വൈസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സൂക്ഷ്മ ജോലികൾ ചെയ്യാൻ. 10 ഡിഗ്രിയിൽ കൂടുതലുള്ള കോണുകളും നേരിയ ചാലുകളും ഫയൽ ചെയ്യുന്നതിന് ഏത് ഫയലാണ് ഉപയോഗിക്കുന്നത്? നൈഫ് എഡ്ജ് ഫയൽ. ഒരു ഡബിൾ കട്ട് അരം ഡാഷ് ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്നു? സ്റ്റീൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂബ്രിക്കൻറ്റിൻ്റെ ഗുണത്തിൽ പെടുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ലൂബ്രിക്കൻറ്റിൻ്റെ ഗുണത്തിൽ പെടുന്നത്? ഇവയെല്ലാം. അലുമിനിയം ടേൺ ചെയ്യുമ്പോൾ ഏത് കട്ടിംഗ് ഫ്ലൂയിഡ് ആണ് ഉപയോഗിക്കുന്നത്? മണ്ണെണ്ണ. ഒരു മെഷീൻ്റെ ജീവരക്തം എന്താണ്? ലൂബ്രിക്കൻറ്റ്. അയേൺ ഓർ കുറച്ച് പിങ്ക് അയേൺ ആക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? അയൺ ഓർ കുറച്ച് പിങ്ക് അയൺ ആക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? സ്മെൽറ്റിംഗ്. ഡാഷ് ഉണ്ടാക്കുന്നത് സിലിക്കൺ അളവ് കുറച്ചും റാപ്പിഡ് കൂളിംഗ് വഴിയാണ്? വൈറ്റ് കാസ്റ്റിംഗ് അയൺ. അയണിൻ്റെ ശുദ്ധമായ രൂപം ഏതാണ്? റോട്ട് അയൺ. ഹൈ കാർബൺ സ്റ്റീൽ ഫോർജ് ചെയ്യാൻ വേണ്ട ഹീറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ഡിഗ്രി സെൽഷ്യസ് 1100. 0% കാർബൺ ഉള്ള പിഗ് അയണിൻ്റെയും സ്റ്റീലിൻ്റെയും എന്താണ് പറയുന്നത്? 0% കാർബൺ ഉള്ള പിഗ് അയണിനെയും സ്റ്റീലിനെയും എന്താണ് പറയുന്നത്? ഫെറൈറ്റ്. ഉരുക്ക് ചൂടാക്കുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അതിൻ്റെ ഘടനയിൽ മാറ്റം തുടങ്ങുന്നത്? 723. ചൂടാക്കുമ്പോൾ ഉരുക്കിൻ്റെ ഘടന പൂർണ്ണമായി മാറി ഡാഷ് ആകുന്നു, അതായത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അസറ്റനൈറ്റ്. ഉരുക്കിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ ശുദ്ധീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നോർമലൈസിങ്. കേടായ പിരികൾ റീകണ്ടീഷൻ ചെയ്യാനും പിന്തുടരാനും ഡാഷ് ഉപയോഗിക്കുന്നു? ഡൈനറ്റ്. സാധാരണയായി ചില അരങ്ങുകളുടെ മുഖം ചെറുതായി നീളത്തിൽ വളഞ്ഞിട്ടുണ്ടാവും. ഇതിന് പറയുന്ന പേരെന്ത്? കോൺവെക്സിറ്റി. സാധാരണ ഉപയോഗ ഡ്രില്ലിൻ്റെ പോയിൻറ്റിംഗ് ആംഗിൾ എത്രയാണ്? 118 ഡിഗ്രി. കനം കുറഞ്ഞ അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ജിഗ് ആണ് ഉപയോഗിക്കുന്നത്? സാൻഡ്വിച്ച് ജിഗ്. ഒരേ തരത്തിലുള്ള വർക്കുകൾ കൂടുതൽ ചെയ്യുമ്പോൾ കട്ടിംഗ് ടൂളിനെ വഴികാട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ജിഗ്. സ്നാപ്പ് ഗേജിൽ നോ ഗോ സെറ്റ് ചെയ്യുന്നത് താഴ്ന്ന പരിധിയിൽ. ഉള്ളിലുള്ള പിരി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ത്രെഡ് പ്ലഗ് ഗേജ്. ലെയ്ത്ത് മെഷീനിൽ പിരി വെട്ടുന്നതിന് വേണ്ടി ടൂൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സെൻറ്റർ ഗേജ്. 20 - 0.012 - 0.021 ഇതിൻ്റെ ടോളറൻസ്.
0.009. BIS പ്രകാരം എത്ര തരം ഫണ്ടമെൻ്റൽ ടോളറൻസ് ഉണ്ട്? 18. താഴെ പറയുന്നവയിൽ ഏത് ഫിറ്റാണ് എപ്പോഴും ഷാഫ്റ്റ് വലുതും ഹോൾ ചെറുതും? ഇൻ്റർഫറൻസ് ഫിറ്റ്. റഫ്നെസ് ഗ്രേഡ് NyO-ൻ്റെ മൂല്യം എത്ര മൈക്രോ ആണ്? 12.5. സിലിണ്ടറിൻ്റെ ഉൾഭാഗം അബ്രസീവ് കല്ലുകളുടെ സഹായത്താൽ മിനുസപ്പെടുന്ന പ്രവൃത്തിക്ക് പറയുന്നത്? ഹോണിംഗ്. താഴെ പറയുന്ന ഏത് മില്ലിംഗ് മെഷീനാണ് ബെവൽ ഗിയർ കട്ട് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യം? ഒമ്നിവേഴ്സൽ മില്ലിംഗ്. യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ്റെ കോളം എന്ന ഭാഗത്തിൻ്റെ ഏറ്റവും മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്? ഓവർഹാങ്ങിങ് ആം. മില്ലിംഗ് മെഷീൻ്റെ ആർബറിന് സ്പില്ലുമായി നിർക്കുന്ന ബോൾട്ട്? ഡ്രോ ബോൾട്ട്. ആഴത്തിലുള്ള ചാലുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ? സ്റ്റാഗേർഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടർ. മില്ലിംഗ് കട്ടറിൻ്റെ അടുത്തടുത്ത പല്ലുകളുടെ ഇടയിലുള്ള ലോഹപ്പൊടി തങ്ങി നിൽക്കുന്ന ഭാഗത്തിൻ്റെ പേര്? ഗാഷ്. താഴെ പറയുന്ന ഏത് പ്രക്രിയയാണ് മില്ലിംഗ് മെഷീനിൽ ലോഹം മുറിക്കുമ്പോൾ ചിപ്പ് വലുപ്പം ആദ്യം കുറവും അവസാനത്തിൽ പരമാവധിയാകുന്നത്? അപ്പ് മില്ലിംഗ്. ഡിവൈഡിംഗ് ഹെഡിൻ്റെ അനുപാതം 40:1 ആണ്. ഹാൻഡിൽ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ചക്ക് എത്ര ഡിഗ്രി തിരിയും? 9. സ്പെയർ ഗിയർ വീലിൻ്റെ മൊഡ്യൂൾ 3 പല്ലുകളുടെ എണ്ണം 18 ആയാൽ ഗിയറിൻ്റെ റഫറൻസ് വ്യാസം പീച്ച് ഡയാമീറ്റർ എത്ര? 54. താഴെ പറയുന്നവയിൽ ഏത് ഗിയറാണ് വേഗത കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വേം ആൻഡ് വേം ഗിയർ. ഒരു സ്പെയർ ഗിയറിൻ്റെ ഭാഗങ്ങളെ റഫറൻസ് ലൈനും പല്ലിൻ്റെ അറ്റവും തമ്മിലുള്ള അകലം? 2 ഷേപ്പർ മെഷീനിൽ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ സൈഡ് ക്ലിയറൻസ് കോണിൻ്റെ അളവ് എത്ര? 2 മുതൽ 3 ഡിഗ്രി. വലുതും ഒതുക്കവുമല്ലാത്തതുമായ ലോഹം വെട്ടിയെടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഷേപ്പർ മെഷീൻ ഏത്? ട്രാവലിംഗ് ഹെഡ് ഷേപ്പർ. യന്ത്രനിർമ്മിതമായ ഷേപ്പർ മെഷീനിൽ ലോഹം വെട്ടിമാറ്റുമ്പോൾ റാമിൻ്റെ വേഗത? ഏറ്റവും കൂടുതൽ വേഗത മധ്യത്തിൽ. ഷേപ്പർ മെഷീനിൽ റാം സഞ്ചരിക്കേണ്ട ദൂരം 150 മീറ്റർ. ഒരു മിനിറ്റിന് 20 ഇരട്ടി സ്ട്രോക്ക്. പിന്നോട്ടുള്ള സമയം മുന്നോട്ടുള്ള സമയവും തമ്മിലുള്ള ശതമാനം 2:3 എങ്കിൽ വേഗത എത്ര? 5 മീറ്റർ/മിനിറ്റ്. സ്ലോട്ടിംഗ് മെഷീനിൽ വൃത്തത്തിലുള്ള ടേബിൾ ഘടിപ്പിച്ചിരിക്കുന്നത്? ക്രോസ് സ്ലൈഡിൽ. സ്ലോട്ടിംഗ് മെഷീൻ്റെ വിവരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? റാം ചലിക്കുന്ന നീളം. സ്ലോട്ടിംഗ് മെഷീനിലെ ടേബിളിനെ കറങ്ങുവാൻ സഹായിക്കുന്ന ഏത് ഗിയറാണ്? വേം ആൻഡ് വേം ഗിയർ. പ്ലെയർ മെഷീനിൽ ലോഹം വെട്ടിമാറ്റുമ്പോൾ ഓപ്പൺ ബ്ലഡ് സ്ഥിതി ചെയ്യുന്നത്? ലൂസ് പുള്ളി. 18:4:1 HSS ടൂളിൽ 4% എന്ന് പറയുന്നത്? ക്രോമിയം. താഴെ പറയുന്ന ഏത് പ്ലെയർ മെഷീനിലാണ് വർക്ക് ചെയ്യുമ്പോൾ ടേബിൾ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്? സ്പ്ലിറ്റ് പ്ലേനർ. ഒരു വർക്ക് പീസിൻ്റെ ഉൾഭാഗത്ത് ചരിവായി തുരന്ന് പിരിവെട്ടണമെങ്കിൽ താഴെ പറയുന്ന ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ്. ട്രെയിൻ സ്റ്റോക്കിൻ്റെ ക്രമീകരണം കൊണ്ടുള്ള ഒരു ചരിവ് വെട്ടാൻ താഴെ പറയുന്ന ഏത് ഭാഗമാണ് ക്രമീകരിക്കേണ്ടത്? ബോഡി. മൾട്ടി സ്റ്റാർഡ് പിരിയുടെ ലീഡ് എന്ന് പറയുന്നത്? പീച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്. ബട്ടൺ ത്രെഡിൻ്റെ കോൺ അളവ് എത്ര ഡിഗ്രിയാണ്? 45. ലെയ്ത്ത് ടൂളിൻ്റെ സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്? ടൂളിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്യുന്നത്. ലെയ്ത്തിൽ 7:24 ചരിവ് വെട്ടണമെങ്കിൽ കോമ്പൗണ്ട് റസ്റ്റ് എത്ര ഡിഗ്രിയിൽ തിരിക്കണം? 8. ഗ്രൈഡിംഗ് വീലിൻ്റെ മീഡിയം ഗ്രേഡ് സൂചിപ്പിക്കുന്നത്? I മുതൽ P വരെ. ഗ്രൈഡിംഗ് വീലിൻ്റെ സർഫസ് വേഗത പ്രസ്താവിക്കുന്നത്? മീറ്റർ/സെക്കൻഡ്. ഗ്രൈഡിംഗ് വീലിൻ്റെ നഷ്ടപ്പെട്ട രൂപം വീണ്ടെടുക്കാൻ ചെയ്യുന്ന പ്രവൃത്തി? ടൂറിംഗ്. ബാൻഡ് സോ മൂർച്ച കൂട്ടാൻ ഏത് ഗ്രൈഡിംഗ് വീലാണ് ഉപയോഗിക്കുന്നത്? സോസർ വീൽ. ഓക്കെ ഫ്രണ്ട്സ്,
ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിൽ ചില തിരുത്തുകളുണ്ടാവും. താങ്ക് യു.